നമസ്കാരം. കോളറയെക്കുറിച്ചാണ്. 10 വർഷം മുമ്പ് MT വാസുദേവൻ നായരുമായി മമ്മൂട്ടിയുടെ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. അന്ന് മമ്മൂട്ടി MTയോട് ചോദിച്ചു, അസുരവിത്ത് ഒരിക്കൽ കൂടി സിനിമയാക്കാമോ എന്ന്. അതിലെ ഗോവിന്ദൻകുട്ടിയാകാൻ അവസരം കിട്ടുമോ എന്നായിരുന്നു മമ്മൂട്ടിക്ക് അറിയേണ്ടിയിരുന്നത്. സാധ്യമല്ല എന്ന് ആ സെക്കൻഡിൽ തന്നെ MT പറഞ്ഞു. കോളറയുടെ ദുരന്തം ഇനിയുള്ള ജനതയ്ക്ക് മനസ്സിലാകില്ല. നമ്മൾ കോളറയെ തുടച്ചു നീക്കി കഴിഞ്ഞു എന്നായിരുന്നു MTയുടെ മറുപടി. 1962 അസുരവിത്ത് വരുന്നത്. അതിനും 20 വർഷം മുമ്പുള്ള കോളറ കാലമാണ് ആ നോവലിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ ഒരാൾ കോളറ ബാധിച്ച് മരിക്കുന്നു. നിരവധി പേർ ചികിത്സ തേടുന്നു. ശാസ്ത്ര മികവുകൊണ്ട് നമ്മൾ അകറ്റിയ രോഗങ്ങൾ എങ്ങനെയാണ് മടങ്ങി വരുന്നത്? സ്പോട്ട്ലൈറ്റ് തുടങ്ങുന്നു. കോളറ പകരുന്നത് വിബ്രിയോ കോളറ, വിബ്രിയോ എൽറ്റോർ എന്നീ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായാണ്. പെട്ടെന്നുണ്ടാകുന്ന രൂക്ഷമായ വയറിളക്കമാണ് ലക്ഷണം. പിന്നെ ഛർദിയും തളർച്ചയും അനുഭവപ്പെടും. അടുത്ത ഘട്ടത്തിൽ വൃക്കകൾ സ്തംഭിക്കും. ശ്വാസകോശത്തിൽ നീർക്കെട്ടുണ്ടാവുകയും ഹൃദയത്തെ ബാധിക്കുകയും ചെയ്യുന്നതാണ് സങ്കീർണ ഘട്ടം. ഇക്കാലത്ത് 4 ദിവസത്തെ ചികിത്സ കൊണ്ട് സുഖപ്പെടുത്താം. ചികിത്സ വൈകിയാൽ മരണം വരെ സംഭവിക്കുകയും ചെയ്യാം. കോളറ രോഗാണുക്കൾ തുണിയിലും മറ്റും 3 ദിവസം വരെ തങ്ങി നിൽക്കും. അങ്ങനെയാണ് പകരുന്നത്. ശുദ്ധജലത്തിൽ മാത്രമല്ല, കടൽ വെള്ളത്തെയും രോഗാണു അതിജീവിക്കും. നീണ്ട കടൽ തീരവും കായലും ഉള്ള കേരളത്തിൽ ഇത് അതിവേഗം പകരും എന്നർത്ഥം. കഴിഞ്ഞ ഒരു ദിവസത്തെ മാത്രം വിവരങ്ങൾ എടുക്കാം. 12-ന് വെള്ളിയാഴ്ച മാത്രം കോളറ ലക്ഷണങ്ങളുമായി തിരുവനന്തപുരത്ത് ചികിത്സ തേടിയത് 17 പേരാണ്. അതിനു മുമ്പ് ചികിത്സ തേടിയ 4 പേർക്ക് അന്ന് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. 5-മതൊരാൾ മരിച്ചു. എല്ലാവരും തിരുവനന്തപുരത്താണ്. 4 പേർക്ക് കോളറ സ്ഥിരീകരിച്ച വിവരം മാത്രമാണ് പുറത്തു ചർച്ചയായത്. ലക്ഷണങ്ങൾ ഉള്ളവരുടെ കൂടി എണ്ണം നോക്കിയാൽ 21. ആ മേഖലയിൽ കോളറ കരുതിയതിലും വേഗം വ്യാപിച്ചു എന്നല്ലാതെ മറ്റെന്താണ് ഈ കണക്കിന്റെ അർത്ഥം? കോളറയെ മാത്രമല്ല ഇന്നത്തെ കേരളം നേരിടേണ്ടത്. ഡെങ്കു ലക്ഷണങ്ങളുമായി അതേ ദിവസം ചികിത്സ തേടിയത് 438 പേരാണ്. മുമ്പ് ലക്ഷണങ്ങൾ കാണിച്ച 173 പേർക്ക് പരിശോധനയിലൂടെ രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒരു മരണവുമുണ്ടായി. എലിപ്പനി 12-ന് സ്ഥിരീകരിച്ചത് 22 പേർക്ക്. ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തിയത് 6 പേർ. എലിപ്പനി സ്ഥിരീകരിച്ചതിൽ 12 പേരും തിരുവനന്തപുരത്താണ്. മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളുമായി 9 പേരും ചികിത്സ തേടി. തിരുവനന്തപുരം ജില്ലയിലെ സ്ഥിതി കരുതൽ ആവശ്യമുള്ളതാണെന്ന് 11-ലെ കണക്കുകൾ കൂടി നോക്കിയാൽ വ്യക്തമാകും. 6 പേർ കോളറ ലക്ഷണങ്ങളുമായി അന്നാണ് ചികിത്സ തേടിയത്. അന്ന് മാത്രം 30 പേർ ഡെങ്കുവുമായി എത്തി. 1200 പേർക്കാണ് പനി ബാധിച്ചത്. അതേ ദിവസം മലപ്പുറത്ത് പനിയുമായി 2537 പേർ. 27 പേർക്ക് ഡെങ്കു, 8 പേർക്ക് മഞ്ഞപ്പിത്തം. സംസ്ഥാനത്തൊട്ടാകെ 13,600 പേർക്കാണ് പനി ബാധിച്ചത്. സാധാരണ പനിയുമായി ചികിത്സ തേടുന്നവരുടെ എണ്ണം ശരാശരി 4000-ആണ്. അതിൻ്റെ 3 മടങ്ങ് ആളുകളാണ് പനിയുമായി ചികിത്സ തേടിയത്. വയറിളക്കവും അനുബന്ധ രോഗങ്ങളുമായി ദിവസം 1500 മുതൽ 2500 പേർ എത്തുന്നു. തിരുവനന്തപുരത്ത് ആദ്യ കോളറ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ 9-നാണ്. അന്നു മുതൽ ഇന്നുവരെ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിച്ചു? ഈ മാസത്തെ 15 ദിവസം കൊണ്ട് മാത്രം 4464 പേരാണ് ഡെങ്കു ലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. H1N1 200 പേർക്കാണ് സ്ഥിരീകരിച്ചത്. വെസ്റ്റ് നൈൽ ലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത് 28 പേർ. ഒരുവിധം എല്ലാ വൈറസുകളും ബാക്ടീരിയകളും നമ്മുടെ പരിസരത്തുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. ലോകാരോഗ്യ സംഘടന മെയ് വരെയുള്ള കോളറ കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. അതിൽ ഇന്ത്യയിൽ ഒരു കേസ് പോലും ഈ വർഷം ഉണ്ടായിരുന്നില്ല. കൂടുതൽ അഫ്ഗാനിസ്ഥാനിൽ 13,415 പേർക്ക് കോളറ ബാധ. പിന്നെ പാകിസ്ഥാനിൽ 13,005 പേർ. യമനും സോമാലിയയുമാണ് പിന്നെ രോഗബാധിതർ കൂടുതലുള്ള രാജ്യങ്ങൾ. അത്യന്തം ദയനീയ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരിലാണ് കോളറ ഇക്കാലത്ത് പടരുന്നത്. 176 പേർ ജനുവരി മുതൽ മെയ് വരെയുള്ള കാലത്ത് മരിച്ചതും അത്തരം രാജ്യങ്ങളിലാണ്.
ഇനി ജൂലൈയിലെ വിവരങ്ങൾ ലോകാരോഗ്യ സംഘടന പുറത്തുവിടുമ്പോൾ കേരളവും അതിലുണ്ടാകും. കോളറ ചികിത്സിച്ച് മാറ്റാവുന്ന രോഗമാണ്. മുമ്പൊക്കെ ORS ലായനി കൊണ്ട് മാത്രം അതിജീവിച്ചവരുമുണ്ട്. പക്ഷേ ഈ പടരുന്ന രോഗങ്ങൾ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? എല്ലാം വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവയാണ്. കോളറയും ഡെങ്കുവും എലിപ്പനിയും മഞ്ഞപ്പിത്തവും എല്ലാം അങ്ങനെ മാത്രം വ്യാപിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ അത് പകരാനായി ആമയിഴഞ്ചാൻ തോടുകൾ അനേകം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വഴിയരികിലും പുഴയരികിലും എറിയുന്നതെല്ലാം ഒലിച്ചിറങ്ങുന്നത് നീർച്ചാലുകളിലേക്കാണ്. അത് തന്നെയാണ് കുടിക്കുന്നത്. ടാങ്കിലേക്ക് ജല അതോറിറ്റി എത്ര ചാക്ക് ക്ലോറിൻ നിക്ഷേപിച്ചാലും ചിലപ്പോൾ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. MTയുടെ അസുരവിത്തിൽ മാത്രമല്ല, തകഴി ശിവശങ്കരപ്പിള്ളയുടെ തോട്ടിയുടെ മകനിലും കടന്നു വരുന്നത് കോളറയാണ്. സ്വന്തം മകനെങ്കിലും തോട്ടിയാകരുത് എന്ന് ആഗ്രഹിച്ച ചുടലമുത്തു കോളറയ്ക്ക് കീഴടങ്ങുകയാണ്. മകൻ മോഹനനും ജീവിക്കാൻ തോട്ടിയാകേണ്ടി വരുന്നു. ഇത്തരം പകർച്ചവ്യാധികൾ നമ്മളെ മാത്രമല്ല, അടുത്ത തലമുറയെ കൂടി മോശം സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്പോട്ട്ലൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.